ഫുട്ബോൾ ലോകത്ത് തന്നെ രാജാവായ ലയണൽ മെസ്സി നമ്മുടെ ഇന്ത്യ വന്നിരുന്നു നിങ്ങൾ അറിഞ്ഞിരുന്നു. ഒരു സൈഡ് നമ്മുടെ ജെൻസി പിള്ളേരെല്ലാം ഇവിടെ മെസ്സിയുടെ ലാംഗ്വേജ് പറഞ്ഞ് പുള്ളി ഇംപ്രസ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ മെസ്സി ആണെങ്കിൽ ഗണപതി അമ്പലത്തിലും പോയി കുടിയൊക്കെ തൊട്ട് ഇന്ത്യൻ കൾച്ചറിനെ ഇവിടെ പുള്ളി പൊക്കി കാണിച്ചത്. ഇതിലൂടെ നമ്മുടെ മെസ്സി വാസുദേവ കുടുംബം, അതായത് നമ്മുടെ ലോകമെല്ലാം ഒന്നാണ് എന്നുള്ളൊരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതുകൂടെ നമ്മുടെ മെസ്സി നമ്മുടെ വന്ദ ടൂറിൽ ആനന്ദ് അംബാനിയുടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള വയ്യാത്ത മൃഗങ്ങളുടെ സാനിറ്ററിലും പോയായിരുന്നു കേട്ടോ പുള്ളി. ഈ മൃഗങ്ങളുടെ എല്ലാം ചികിത്സ നടക്കുന്നത് ഇന്ത്യൻ ആയുർവേദവും അതേപോലെ മോഡേൺ സയൻസ് ടെക്നോളജി ഉപയോഗിച്ചാട്ടോ. മെസ്സി നമ്മുടെ സിംഹത്തിനോട് ഇരുന്ന് തലയാട്ടുന്നൊരു വീഡിയോ വന്നിരുന്നില്ല. അപ്പം എല്ലാവരും വിചാരിച്ചത് അവരുടെ എതിരാളികളെ കാണിക്കാൻ വേണ്ടി മെസ്സി ചെയ്തത്. പക്ഷേ മെസ്സി അത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. മെസ്സി നമ്മുടെ എൻവയോൺമെന്റിനെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് തന്നെ കേട്ടോ അത്. നമ്മുടെ ആനന്ദ് അംബാനിയുടെ വന്ദായിലേക്ക് മെസ്സി വന്നതിന്റെ മെയിൻ ഉദ്ദേശം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ളൊരു കോർഡിനേഷൻ, അതായത് ആ ഒത്തൊരുമയിൽ എങ്ങനെ നമുക്ക് പോകാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാട്ടോ. അപ്പം മെസ്സിയുടെ വന്ദായിലേക്കുള്ള വിസിറ്റിന് രണ്ടാമത്തെ റോട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ ആനന്ദ് അംബാനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സംഭവം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ആർക്കും പറ്റുമെന്നാണ് പുള്ളി പറയുന്നത്.